നല്ല കഥയും കിടിലൻ മേക്കിങ്ങും മതി ഒരു മോഹൻലാൽ ചിത്രത്തിന് അങ്ങ് തിളങ്ങാൻ. ചിത്രം ഉറപ്പാണ് സൂപ്പർ ഹിറ്റ് ആയിരിക്കും. അതുതന്നെയാണ് തുടരും സിനിമയിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. മോഹൻലാൽ മാജിക് അങ്ങ് സർപ്രൈസായി മുന്നേറുകയാണ്. പ്രേക്ഷകരെ നിറഞ്ഞ സദസ്സിൽ തിയേറ്ററിലിരുന്ന് കൈയടിപ്പിക്കാൻ സാധിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട, അത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായി മാറിയെന്ന് ഉറപ്പാണ്. അത്തരത്തിൽ പ്രേക്ഷകരുടെ ഒരു മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് മോഹൻലാൽ ചിത്രം തുടരും. മലയാള സിനിമയിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും ഈ മോഹൻലാൽ ചിത്രം തകർത്തു മുന്നേറുന്നതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് മോഹൻലാൽ, തരുൺമൂർത്തി ഇവരൊന്നിച്ചപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു കിടിലം ചിത്രം തന്നെ. കഴിഞ്ഞ ദിവസമായിരുന്നു സിനിമ കേരള ബോക്സ് ഓഫീസിലെ ടോപ്പ് ഗ്രോസറായി മാറിയത്. ഇപ്പോൾ ഇതാ സിനിമ ആഗോളതലത്തിൽ തന്നെ മറ്റൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ബോക്സ് ഓഫീസിൽ ഒറ്റക്കൊമ്പൻ കേറി മേഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതെ, 2 മാസത്തിനുള്ളിൽ അതും 2 കോടി നേട്ടവുമായി മോഹൻലാൽ. കേരളത്തിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തുകൊണ്ടാണ് ലാലേട്ടന്റെ ഈ മുന്നേറ്റം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഹൃദയങ്ങളിൽ തുടരും സ്ഥാനം നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. ചില യാത്രകൾക്ക് വലിയ ശബ്ദങ്ങൾ ആവശ്യമില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ ഹൃദയങ്ങൾ മാത്രം മതി. കേരളത്തിലെ എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും അങ്ങനെ തകർത്തിരിക്കുകയാണ് തുടരും. ലോകമെമ്പാടുമുള്ള ആളുകൾ തുടരും അങ്ങ് സ്വീകരിച്ചു. എല്ലാ സ്നേഹത്തിനും നന്ദി എന്നാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നത്. തുടരും അങ്ങനെ 200 കോടി അടിച്ചിരിക്കുകയാണ്. 2 മാസത്തിനിടെ 200 കോടി ക്ലബിൽ ഇടം പിടിക്കുന്ന രണ്ടാമത്തെ മോഹൻലാൽ ചിത്രമായി തുടരും മാറി. മാർച്ച് മാസത്തിൽ പുറത്തിറങ്ങിയ എമ്പുരാനും 200 കോടി ക്ലബിൽ ഇടം നേടിയിരുന്നു. തുടരും വെറും 17 ദിവസം കൊണ്ടാണ് 200 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സൗദി വെള്ളയ്ക്ക് എന്ന സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ എത്തിയ ചിത്രമായിരുന്നു കാരണം. 15 വർഷത്തിന് ശേഷം മോഹൻലാൽ ശോഭന കോംബോയും വലിയ തരത്തിൽ ആളുകൾ സ്വീകരിച്ചു. അതേസമയം തുടരും എന്ന സിനിമയുടെ തമിഴ് പതിപ്പും റിലീസ് ചെയ്തിട്ടുണ്ട്. തുടരും എന്നാണ് തമിഴ് പതിപ്പിന്റെ പേര്. മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ നിന്നും ലഭിക്കുന്നത്. സിനിമയുടെ സെക്കൻഡ് ഹാഫ് നല്ല മാസായിട്ടുണ്ടെന്നാണ് തമിഴ് അഭിപ്രായങ്ങൾ. സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെയും എല്ലാവരും ചോദിക്കുന്നുണ്ട്. എന്തായാലും ബോക്സ് ഓഫീസിൽ ഒറ്റക്കൊമ്പൻ കയറി മേഞ്ഞിരിക്കുകയാണ്. അങ്ങനെ 200 കോടി തിളക്കവുമായി തുടരും മുന്നേറുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.